ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റീവ് കേസിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി നോമിനേറ്റീവ് കേസ് പഠിച്ചു, എന്താണ് സബ്ജക്റ്റ് ഓഫ് സെന്റൻസ് പഠിച്ചു, അക്യൂസാറ്റീവ് പഠിച്ചു, എന്താണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഓഫ് സെന്റൻസ്. ഓക്കെ, ഈഷ് എ ബേ, ഓക്കെ, അല്ലെങ്കിൽ ഈഷ് ഡ്രിങ്ക് അയനൻ തേ, ഞാൻ ചായ കുടിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റീവ് കേസാണ്. ഡാറ്റീവ് കേസ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഓഫ് എ സെന്റൻസ് ആണ്. ഞാൻ എൻ്റെ കൂട്ടുകാരന് ഒരു സമ്മാനം കൊടുത്തു. ഞാൻ സമ്മാനം കൊടുത്തു, ഓൾറെഡി ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയി. പക്ഷെ എൻ്റെ കൂട്ടുകാരനൊരു സമ്മാനം കൊടുത്തു. ആർക്ക് കൊടുത്തു? എൻ്റെ കൂട്ടുകാരന് സമ്മാനം കൊടുത്തു. അപ്പോഴാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ചായ കുടിക്കുന്നു, അത് അക്യൂസേറ്റീവ് ആണ്. ഞാൻ ചായ കുടിക്കുന്നു, ആ ചായ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. പക്ഷെ ഞാൻ ഒരു ഗിഫ്റ്റ് എൻ്റെ സുഹൃത്തിന് കൊടുക്കുന്നു, അത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ആർക്ക് കൊടുക്കുന്നു ആ ചോദ്യം കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡാറ്റീവ് കേസ് വരും. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റീവ് ആർട്ടിക്കിൾ ആണ്. ഡാറ്റീവ് ആർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നോമിനേറ്റീവ് പഠിച്ചു, ദർദി ദസ്തി പഠിച്ചു. ഓക്കെ, നീ അക്യൂസേറ്റീവ് പഠിച്ചു, ദെന്തി ദസ്തി പഠിച്ചു. വ്യത്യാസം വരുന്ന ആകപ്പാട് വ്യത്യാസം വരുന്നത് എന്താണ്? അക്യൂസേറ്റീവ് ദെൻ ആണ് വരുന്നത്, ഡർ മാറി ദെൻ വരുന്നു, ബാക്കിയെല്ലാം സെയിം ആണ്. പക്ഷേ ഡാറ്റീവ് വരുമ്പോഴത്തേക്കും എല്ലാം മാറും, എല്ലാം മാറി. ഓക്കെ, അപ്പോൾ ഡാറ്റീവ് ആർട്ടിക്കിൾ. ഡാറ്റീവ് മസ്കുലിൻ വരുമ്പോൾ ദം വരും. മസ്കുലിൻ മാത്രമല്ല, ന്യൂട്രൽ ജെൻഡർ വരുമ്പോഴും ദം ആയിരിക്കും. ദേറും ദസും മാറി ദം ആവും. ഓക്കെ, ദം. ഫെമിനിൻ വരുമ്പോൾ ദർ ആകും. ഓക്കെ, നോമിനേറ്റീവിൽ ദർ എന്ന് പറഞ്ഞാൽ മസ്കുലിൻ ആയിരുന്നു. പക്ഷേ ഇതിൽ വരുമ്പോഴത്തേക്കും ഡാറ്റീവ് വരുമ്പോൾ ദർ എന്ന് പറയുന്നത് ഫെമിനിൻ ആകും. പിന്നെ പ്ലൂറൽ വരുമ്പോൾ ദി ആണ് നോമിനേറ്റീവ്, അക്യൂസേറ്റീവ് ദി ആയിരുന്നു ഫെമിനിൻ. പക്ഷേ ഡാറ്റീവ് വരുമ്പോൾ ദെൻ പ്ലസ് എൻ എന്ന് പറയാം, ദെൻ പ്ലസ് എൻ. ഓക്കെ, അത് പ്ലൂറൽ ആയിട്ട് വരണം. അപ്പോൾ ദം ദർ ദെൻ പ്ലസ് എൻ, ദം ദർ ദെൻ പ്ലസ് എൻ. അപ്പം ഉദാഹരണം പറഞ്ഞാല് ദം വെച്ചു പറയുകയാണെങ്കിൽ ich gebe dem Mann ein Buch. ഞാൻ ആ മനുഷ്യന്, ആ പുരുഷന് ഒരു പുസ്തകം കൊടുക്കുന്നു. ഞാൻ ആർക്ക് കൊടുക്കുന്നു? ആ പുരുഷന് കൊടുക്കുന്നു, them man കൊടുക്കുന്നു. എന്ത് കൊടുക്കുന്നു? അത് അക്യൂസേറ്റീവ്. ഒരു ബുക്ക് കൊടുക്കുന്നു. പക്ഷെ ഇവിടെ ആർക്ക് കൊടുക്കുന്നു? അതാണ് ഡാറ്റീവ്. അപ്പൊ ആ മനുഷ്യന് കൊടുക്കുന്നു. അപ്പം മസ്കുലിൻ എന്തുകൊണ്ടാണ് them man മസ്കുലിൻ ആയതുകൊണ്ട് their man മാറി them man ആവുന്നു. ഓക്കെ, them man ആ പുരുഷന് ഇറ്റ്സ് ഡാറ്റീവ്. ഓക്കെ, ich gebe dem man ein Geschenk. ഞാൻ ആ മനുഷ്യന് ഒരു സമ്മാനം കൊടുക്കുന്നു. ഓക്കെ, ഗിഫ്റ്റ് കൊടുക്കുന്നു. Geschenk means gift. she helped them later. she help means to help. Okay, she helped them later. അവൾ അധ്യാപകനെ സഹായിക്കുന്നു. we are thanking them asked. we are thanking. Okay, നന്ദി പറയുന്നു. we are thanking them asked. നമ്മൾ ആ വ്യക്തി, ആ ഡോക്ടറിന് നന്ദി പറയുന്നു. അപ്പൊ thanking. അപ്പൊ വേറെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ er hilft der Frau. അവൻ ആ സ്ത്രീയെ സഹായിക്കുന്നു. er hilft der Frau. ദി ഫ്രൗ ആണ് നോമിനേറ്റീവ്, അക്യൂസേറ്റീവ്. പക്ഷെ ഇതിൽ വരുമ്പോഴത്തേക്കും ഡാറ്റീവ് വരുമ്പോൾ ദർ ഫ്രൗ ആവുന്നു. അവളെ, ആ സ്ത്രീയെ സഹായിക്കുന്നു. ദർ ഫ്രൗ, ആ സ്ത്രീക്ക് ഡാറ്റീവ് വരുന്നു, ആ സ്ത്രീയെ സഹായിക്കുന്നു. ഓക്കെ, ich kaufe der Mutter einen Apfel. ഓക്കെ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു ആപ്പിൾ വാങ്ങുന്നു. ആർക്ക് വാങ്ങിക്കൊടുക്കുന്നു? ഓക്കെ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു ആപ്പിൾ വാങ്ങിക്കൊടുക്കുന്നു. ich kaufe, to buy. kaufe നമ്മളോട് പഠിച്ചതാണ്. ich kaufe der Mutter, അമ്മയ്ക്ക്. മുട്ടർ ഫെമിൻ ആയതുകൊണ്ട് der Mutter, ദി മുട്ടർ അല്ല. ഓക്കെ, der Mutter ആണ് einen Apfel. ഓക്കെ, einen Apfel വരുന്നത് എന്തുകൊണ്ടാണ്? ആഫൽ മസ്കുലിൻ ആയതുകൊണ്ട്. er schickt der Frau den Weg. ഓക്കെ, er schickt. ഓക്കെ,
അവൻ ആ സ്ത്രീക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു. വി ആർ ഹെൽപ്പൻ ദർ സിസ്റ്റർ, അവർ ഓക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ സഹോദരിയെ സഹായിക്കുന്നു. ഹെൽപ്പൻ. ഓക്കെ, them, then noitrum, them വരുന്നു. Ich gebe them Kind ein Buch. ഓക്കെ, ഞാൻ ആ കുട്ടിക്ക് ഒരു പുസ്തകം കൊടുക്കുന്നു. them, അപ്പം മസ്കുലിനും them ആണ്, ഫെമിനിനും them ആണ്. Er schickt dem Baby ein Spielzug. ഓക്കെ, Spielzug മീൻസ് കളിപ്പാട്ടം. അവൻ ആ കുട്ടിക്ക് ഒരു എന്താ പറയുന്ന ഒരു കളിപ്പാട്ടം കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ, okay, then we help them tear. ഞങ്ങൾ ആ മൃഗത്തിനെ സഹായിക്കുന്നു. tear means animal, മൃഗം. ഞങ്ങൾ ആ മൃഗത്തെ സഹായിക്കുന്നു. അപ്പൊ ഇത് ന്യൂട്രൽ ജെൻഡർ ആണ്. ഓക്കെ, ഇനി പ്ലൂറൽ വരുമ്പോൾ then plus n ആണ് വരുന്നത്. then plus n വരുന്നു. എന്താണ് പറഞ്ഞത്? we are zeigen den Kindern den Zoo. we are zeigen to show. ഓക്കെ, ഞങ്ങൾ ആ കുട്ടികൾക്ക് സൂ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ then ഉണ്ട് പ്ലസ് എൻ, കിൻഡർ ആണ് പ്ലൂറൽ, അതിന്റെ കൂടെ എന്നും കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് then Kindern. ഓക്കെ, then Kindern. ഈ then ഇവിടെ ഉണ്ട്, then Kindern, ഈ then ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ രണ്ട് then വ്യത്യാസമുണ്ട്. ഈ then അക്യൂസേറ്റീവ് ആണ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഈ then Kindern എന്ന് പറയുന്നത് ഡാറ്റീവ് പ്ലൂറൽ ആണ്. ഓക്കെ, then Kindern. ഓക്കെ, അല്ലെങ്കിൽ ich gebe den Kindern Schokolade. Kids they love chocolate, so ich gebe den Kindern Schokolade. ഞാൻ ആ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നു. sie erklärt den Studenten die Aufgabe. വിദ്യാർത്ഥികൾക്ക് Aufgabe means ചെയ്യാനുള്ള വർക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, erklären means to explain. ഓക്കെ, wir zeigen den Touristen die Stadt. കുറെ ടൂറിസ്റ്റുകൾ വന്നു. therefore we are zeigen den Touristen, then plus n, the Stadt, ഞങ്ങൾ സിറ്റി കാണിച്ചു കൊടുക്കുന്നു. ടൂറിസ്റ്റായി വന്നവരെ സിറ്റി കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ then Studenten, then Kindern, then Touristen, അത് then plus n എന്താണ് ഡാറ്റീവ് പ്ലൂറൽ. അപ്പോൾ ഇൻ ഷോർട്ട് എന്താണ് them വരുന്നത് മസ്കുലിൻ, നോയിട്രം വരുന്നു പുരുഷൻ അല്ലെ വസ്തു. their ഫെമിനിൻ ആ സ്ത്രീക്ക്. them നോയിട്രം ഓൾറെഡി വന്നു. then plus n ആ പലർക്കും അല്ലെ പല വസ്തുക്കൾക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, time to say bye for some time and see you with another episode. Till then, bye.